തിരുവോണത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഈ ഉത്രാട ദിനത്തിൽ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നമ്മുടെ നാടും നഗരവും എല്ലാം. ഓണക്കോടിയും പൂക്കളും സദ്യക്കുള്ള സാധനങ്ങളും എല്ലാം വാങ്ങാനുള്ള തിരക്കിലാണ് വിപണികളിൽ. എന്തായാലും നമുക്കതിൻ്റെ വിശദാംശങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാം. തിരുവനന്തപുരത്ത് നിന്നും ആതിര രാധാകൃഷ്ണനും, കൊച്ചിയിൽ നിന്ന് AT അശ്വതിയും, കോഴിക്കോട് നിന്ന് അനഘയും, കാസർഗോഡ് നിന്ന് അനൂപും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ആതിരയിലേക്ക് പോവാം. ആതിര, ഈ തലസ്ഥാനത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ചാല കമ്പോളത്തിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ആതിര ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അവിടുത്തെ ഒരു ഓണവിശേഷങ്ങൾ, ഒരു ഓണ വൈബ് എങ്ങനെയാണ്? ഈ വിപണികളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ ചാലയിലും അതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിലും ഒക്കെ നമ്മൾ പോയിരുന്നു. ആ സമയത്തൊക്കെ വലിയ രീതിയിൽ ഇന്ന് ഉത്രാട ദിവസമാണ്. അപ്പോൾ അവസാനഘട്ട ഒരുക്കത്തിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു ആളുകളൊക്കെ. നിലവിൽ ഞാനുള്ളത് തിരുവനന്തപുരം കനകക്കുന്നിലാണ്. ഇവിടെയാണ് സർക്കാരിൻ്റെ ഓണം വാരാഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത്. ഇന്നലെയായിരുന്നു ആ പരിപാടികളുടെയൊക്കെ ഉദ്ഘാടനം. ഇന്നിപ്പോൾ ഇതാ നമുക്ക് കാണുന്ന പോലെ ഇവിടെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കനകക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. നിരവധി ആളുകൾ എത്തുന്നു. പല വിധത്തിലുള്ള വേദികളിലായി പലതരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു. അതൊക്കെ തന്നെ കാണുവാനും ആസ്വദിക്കാനും ഈ തിരുവനന്തപുരം നഗരത്തിലുള്ളവരും അല്ലാത്തവരും ഉൾപ്പെടെ ഇവിടെ എത്തുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ഓണത്തെ വരവേൽക്കുകയാണ്. ഇന്ന് വെക്കേഷൻ സമയമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ആ വെക്കേഷൻ സമയത്ത് കുടുംബത്തോടൊപ്പം എത്തിയ ഇവിടെ ഈ പരിപാടികളൊക്കെ തന്നെ ആസ്വദിക്കുവാനും അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വേദികളിലൊക്കെ തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ തന്നെ ആരംഭിക്കും. ആ പരിപാടികൾ ഉൾപ്പെടെ കാണുവാനും ആസ്വദിക്കാനുമായി നിരവധി ആളുകളാണ് ഈ നഗരത്തിലും അതുപോലെ തന്നെ കനകക്കുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എത്തിയിട്ടുള്ളത്. കുടുംബത്തോടൊപ്പം ഇവിടെ ഈ കലാപരിപാടികളൊക്കെ തന്നെ ആസ്വദിക്കുകയാണ്. അമ്മ, എങ്ങനെയുണ്ട് സർക്കാരിന്റെ കലാപരിപാടികൾ? സർക്കാരിന്റെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? കണ്ടോ? ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാ? അവസാന ഘട്ടത്തിലാണ്. ഓണക്കോടിയൊക്കെ എടുത്തോ? കൊച്ചു മക്കളും ഒക്കെ ഇഷ്ടം പോലെ. എങ്ങനെയുണ്ട് മോളെ ഓണപരിപാടി? അപ്പൊ അങ്ങനെ കുട്ടികളോടൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളൊന്നും ഇല്ല. അപ്പൊ കുട്ടികളോടൊക്കെ ഒത്ത് ഇത്തരത്തിൽ ഓണപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഓണപരിപാടി അതവരെ ആഘോഷിക്കുകയാണ്. കുടുംബത്തോടൊപ്പം എത്തി സർക്കാരിന്റെ പരിപാടികൾ ഉൾപ്പെടെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷം തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.